പല ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരും വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടുന്ന് എന്ത് കിട്ടി, എന്തൊക്കെ അറിഞ്ഞു, ബാക്കി ഞാൻ തന്നാ പോരെ? നോക്കുമ്പോൾ അവർ ദിക്കറാ കൊടുത്തിരിക്കില്ല, ലായിലായില്ലതോ അങ്ങനെ പല ദിക്കറുകളാ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ ദിക്കറ് ആണ് കിട്ടിയെങ്കിൽ ഇത് ചെല്ലാൻ നടക്കണമെങ്കിൽ ആ ദിക്കറിലൂടെ എന്താണ് പറയുന്നതെന്ന് ചോദിക്കാൻ. ഓൽക്കറിയില്ല എന്താ പറയുന്നത്. ദിക്കറാണ്, അഫ്ളലായ ദിക്കറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശ്രേഷ്ഠമായ ദിക്കറാണ്. അത് പറഞ്ഞ് നടന്നാൽ അതിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുക, നമ്മൾ അതിലൂടെ ഏതിലാണ് ചെന്ന് എത്തേണ്ടത്, അതും ഒരിക്കറിയില്ല. അപ്പം ദിക്കർ ചൊല്ലി നടക്കലല്ല വേണ്ടത്, ആ ദിക്കറിലൂടെ കാണിക്കുന്ന യഥാർത്ഥത്തിൽ ചെന്ന് കണ്ട് അറിഞ്ഞ് അതിൽ ചേർന്ന് അതായി തീരാ വേണ്ടത്. അതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന നൂറ് ഇറങ്ങി വന്ന് രണ്ടാമത്തെ നൂറ് അന്ന മുഹമ്മദ് റസൂലുള്ള ഞാനാണെന്ന് ഓരോരുത്തരും കണ്ടറിഞ്ഞ് അതായി തീരാ. ആ അവസ്ഥയാണ് ബാബ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വർഗത്തിലാണ്, കണ്ണ് തുറക്കാൻ വയ്യ, ഒന്നിലേക്കും വയ്യ, എല്ലാ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും ഓരോ എണ്ണവും അങ്ങനെ ആനന്ദത്തിലും സന്തോഷത്തിലും എന്താണ് സുഖം കൊണ്ട് വയ്യേ, സുഖം കൊണ്ട് വയ്യേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ വരുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക്, അവരെന്നെ ആനന്ദിച്ചിരിക്കുന്ന എന്നെ കാണാനല്ല വന്നത്, ആണോ? അവരറിവ് നേടാൻ വന്നതാ അല്ലേ? അപ്പോൾ ഞാൻ ആനന്ദിച്ചിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഞാൻ അവർക്ക് മാക്സിമം ഈ എന്താണ് അദൃശ്യനായ ഊർജം, എന്താണ് ചൈതന്യത്തിൻ്റെ ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് ആത്മാവായി ആനന്ദിക്കുന്ന ഞാൻ ഇറങ്ങി വന്ന